ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യനിലൂടെ വന്നു കയറിയ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ പിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും കൽപ്പനകളിലൂടെയും അവിടുന്ന് നടത്തിയ ശ്രമം ഒട്ടും ചെറുതല്ല എന്ന് നാം ഓർക്കണം. എന്നിട്ടും നമ്മോടൊപ്പം നടന്ന് നമ്മെ വിശുദ്ധീകരിക്കാൻ സ്വയം ചെറുതായി, ഒന്നുമില്ലാത്തവനായി, മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് പിതാവിനെ അനുസരിച്ച് സഹിച്ച് മരിച്ച് ഉദ്ധിതനായി പാപത്തിന് പരിഹാരമായി ഇന്ന് വിശുദ്ധ കുർബാനയായി. അങ്ങനെ ഇനി നമ്മിൽ ആരൊക്കെ ഈശോയെ സ്നേഹിക്കുന്നുവോ അനുസരിക്കുന്നുവോ അവരൊക്കെ നാമൊക്കെ വിശുദ്ധീകരിക്കപ്പെടാൻ, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടാൻ, ഹൃദയത്തിൽ വസിക്കാൻ ഈശോ ഇതാ ദിവ്യകാരുണ്യമായി വിശുദ്ധ കുർബാനയായി. നമുക്ക് ഈ വിശുദ്ധ കുർബാനയ്ക്കായി ആഗ്രഹിക്കാം, വിശുദ്ധിയോടെ സ്വീകരിക്കാം, ഈശോയിൽ ഒന്നാകാം.